ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ അതിശയകരമായി നടത്തി. ദൈവത്തിന് നന്ദി പറയുകയും നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ശരിക്കും നമ്മുടെ ആശ്രയം ആരിലാണ്? നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് ആരിലാണ്? തീർച്ചയായും നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇവരെയൊക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്നാൽ വചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനങ്ങൾ 118:8, മനുഷ്യരിൽ ആശ്രയിക്കുന്നവയേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാം, മനുഷ്യരിൽ ആശ്രയിക്കണ്ടേ? മനുഷ്യരിൽ ആശ്രയിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല, മനുഷ്യരിൽ ആശ്രയിക്കണം. പക്ഷേ ആദ്യം നമ്മൾ നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഓരോ ആവശ്യങ്ങളും നമ്മൾ കർത്താവിനോടാണ് പറയേണ്ടത്. കർത്താവ് നിനക്ക് നേർവഴി കാട്ടിത്തരും. മറ്റൊരു വചനം നമുക്ക് ചിന്തിക്കാം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. കർത്താവ് നമ്മുടെ വിളി കേൾക്കാനായി കാത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങളും കേൾക്കാനായി കാത്തിരിക്കുകയാണ്. നമ്മൾ കർത്താവിനോടാണ് ആദ്യം ചോദിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മുടെ കർത്താവിനോടാണ്. നമ്മുടെ തീരുമാനങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ കർത്താവിനോടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് നമുക്കൊരു സന്തോഷം വരികയോ അല്ലെങ്കിൽ ഒരു വിഷമം വരികയോ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ പെട്ടെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയാകണമെന്നില്ല. ആ നിമിഷത്തിൽ നിങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആലോചന ചോദിക്കുകയാണെങ്കിൽ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും കർത്താവ് നിനക്ക് പറഞ്ഞു തരും. നല്ല ആലോചനകൾ, എടുക്കേണ്ട നല്ല തീരുമാനങ്ങൾ. പെട്ടെന്ന് നമ്മൾ ദേഷ്യം വരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും സങ്കടം വരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ കർത്താവിനോട് ആലോചിച്ച് ചോദിക്കുമ്പോൾ നിനക്ക് നല്ല തീരുമാനങ്ങൾ കർത്താവ് നിനക്ക് പറഞ്ഞു തരും. അതാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് സങ്കീർത്തനങ്ങൾ 118:8 പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. മനുഷ്യർ നമ്മളെ ചിലപ്പം ചതിച്ചേക്കാം, ചിലപ്പം നമ്മളെ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചേക്കാം. പക്ഷേ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ ചതിക്കില്ല, നമ്മളെ മറക്കുകയില്ല. മറ്റൊരു വചനം യെശയ്യാ പ്രവാചകന്റെ 49-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അങ്ങനെ മറക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഏതാവശ്യങ്ങളും നമുക്ക് ധൈര്യമായി ചോദിക്കാവുന്ന, നമ്മുടെ ഏത് സങ്കടങ്ങളും പങ്കുവെക്കാൻ പറ്റാവുന്ന ഒരു നല്ല ദൈവമാണ്, ഒരു നല്ല കരുണയുള്ള ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കാര്യങ്ങളും ആദ്യം നമ്മുടെ കർത്താവിനോട് ആലോചിക്കുക. നിന്റെ ജീവിതം നല്ല ഒരു നേർവഴിയിൽ നടക്കുവാൻ ആ ആലോചന നിന്നെ സഹായിക്കും. നമുക്ക് ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, പല മനുഷ്യരിലും ഞാൻ നിന്നേക്കാൾ കൂടുതൽ ആശ്രയിച്ചു. നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനിയും ഉള്ള ജീവിതം ആദ്യം ഞാൻ നിന്നോട് ആലോചന ചോദിക്കാതെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുകയില്ല.
എൻ്റെ ജീവിതത്തിൽ ഏത് ആവശ്യം വന്നാലും ആദ്യം നിന്നിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. നീ എനിക്ക് നേർവഴി കാട്ടിത്തരണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്ന് കിടക്കുന്നതിന് മുമ്പായി 3 പ്രാവശ്യം സങ്കീർത്തനങ്ങൾ 118:8 ധ്യാനിച്ചുകൊണ്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ കർത്താവിൽ അഭയം തേടുന്നതാണ് എൻ്റെ ജീവിതത്തിന് നല്ലത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.